ഹലോ എവരി വൺ, വെൽക്കം ടു എമീസ് വേൾഡ്. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അതിനായി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. 3 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. അതിൽ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി വെക്കാം. അതേ നെയ്യിൽ തന്നെ നമുക്ക് 3 സവോള സ്ലൈസ് ചെയ്ത് അരിഞ്ഞത് കൂടി പൊരിച്ച് കോരിയെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് പൊരിച്ച് കോരിയെടുക്കാം. അധികം ബ്രൗൺ ആവേണ്ടതില്ല. അടുത്തതായി മസാല തയ്യാറാക്കാം. മറ്റൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കാം. ഇതിൽ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയുടെ പേസ്റ്റ് ആഡ് ചെയ്യാം. എല്ലാം നന്നായിട്ട് വഴണ്ടി വരുമ്പോൾ അതിലോട്ട് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര് ചേർത്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. ഇങ്ങനെ ചേർക്കുമ്പോൾ നമുക്ക് മസാലയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് വരുമ്പോൾ നമുക്കിതിലോട്ട് നേരത്തെ പൊരിച്ച് കോരി വെച്ചിരിക്കുന്ന സവോള കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. ഈ ടൈമിൽ തന്നെ നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്യാം. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർക്കാം. അതിനുശേഷം അണ്ടിപ്പരിപ്പ് പേസ്റ്റും കൂടി ചേർക്കാം. കാഷ്യൂനട്ട്സ് കുറച്ച് നേരം വെള്ളത്തിലിട്ടതിന് ശേഷം മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ്. ഇത് ചേർക്കുമ്പോൾ നമ്മുടെ മസാല നല്ല തിക്കാവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിടാം. ഇനി റൈസ് പ്രിപ്പയർ ചെയ്യാം. അതിനായി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. 2 ടേബിൾ സ്പൂൺ നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർക്കാം. ഒരു പകുതി സവോള കൂടി ചേർക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട സ്പൈസസ് കൂടി ആഡ് ചെയ്യാം. ഞാൻ 3.5 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 2 കപ്പ് റൈസാണ് എടുക്കുന്നത്. ഈ വെള്ളത്തിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം നമ്മൾ റൈസ് ഇടുന്നു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും റൈസ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്യാം. ആദ്യം മസാല ഇടുക, അതിന് മേലെ റൈസ് ആഡ് ചെയ്യാം. ഈ റൈസിലോട്ട് നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന സവോളയും അണ്ടിപ്പരിപ്പും മല്ലിയില, പുതിനയില, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് നെയ്യ് കൂടി ചേർക്കാം. അടുത്ത ലെയറും അതുപോലെ തന്നെ ചെയ്യാം. ഒരു 10 മിനിറ്റ് ദം ചെയ്യാനിടാം. ഇപ്പോൾ ദം ചെയ്തതിന് ശേഷമുള്ളതാട്ടോ. അടിപൊളി സ്മെല്ലാണ്, അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്